ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. ആദ്യഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി അവസാനിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അരുണാചൽ പ്രദേശിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള കാലാവധി അവസാനിച്ചപ്പോൾ 10 BJP MLA-മാർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തർപ്രദേശിലെ മീററ്റിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 8% വളർച്ച രേഖപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ മഹാറാലി ഡൽഹിയിൽ. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. വാർത്തകൾ വിശദമായി. 1974-ൽ കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ നടപടിയിൽ കോൺഗ്രസിനെ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ താൽപര്യങ്ങളും ഐക്യവും അഖണ്ഡതയും ദുർബലപ്പെടുത്തുന്നതാണ് 75 വർഷമായി കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കച്ചത്തീവ് ദ്വീപിന്റെ നിയന്ത്രണം ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയത് സംബന്ധിച്ച് വിവരാവകാശ നിയമത്തിലൂടെ ലഭിച്ച രേഖകൾ തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം 8% വളർച്ച രേഖപ്പെടുത്തുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മുംബൈയിൽ നടന്ന ഒരു നിക്ഷേപ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 8.4% വളർച്ച കൈവരിച്ചുവെന്നും ഇന്ത്യ ഏഷ്യയിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഗോൾഡ്മാൻ സാക്സ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ വളർച്ച സംബന്ധിച്ച പ്രവചനങ്ങൾ ഉയർത്തി നിശ്ചയിച്ചെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. മുൻ ഉപപ്രധാനമന്ത്രി ലാൽ കൃഷ്ണ അഡ്വാനിക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന സമ്മാനിച്ചു. ന്യൂഡൽഹിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ശ്രീ അഡ്വാനിക്ക് പുരസ്കാരം നൽകിയത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉത്തർപ്രദേശിലെ മീററ്റിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. അരുൺ ഗോവിലാണ് മീററ്റ് ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, രാഷ്ട്രീയ ലോക്ദൾ അധ്യക്ഷൻ ജയന്ത് ചൌധരി തുടങ്ങിയ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. 7 ഘട്ടമായാണ് ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. ആദ്യഘട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി ഇന്നലെ അവസാനിച്ചു. സിക്കിം, അരുണാചൽ പ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധിയും അവസാനിച്ചു. പത്രിക സമർപ്പണം ബുധനാഴ്ച പൂർത്തിയായിരുന്നു. സൂക്ഷ്മ പരിശോധന വ്യാഴാഴ്ച നടന്നു. ഏപ്രിൽ 19-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അരുണാചൽ പ്രദേശിൽ 10 BJP സ്ഥാനാർത്ഥികൾ നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള കാലാവധി ഇന്നലെ അവസാനിച്ചതോടെയാണ് മുഖ്യമന്ത്രി പെമ ഖണ്ഡു ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. 60 അംഗ നിയമസഭയിൽ ബാക്കിയുള്ള 50 സീറ്റുകളിലേക്കാകും ഇനി ഏപ്രിൽ 19-ന് വോട്ടെടുപ്പ് നടക്കുക. BJP 60 ഇടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. കോൺഗ്രസ് 13 ഇടങ്ങളിലാണ് മത്സരിക്കുന്നത്. സംസ്ഥാനത്തെ 2 ലോക്സഭാ സീറ്റുകളിലായി 14 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. അസമിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 5 ലോക്സഭാ സീറ്റുകളിൽ 35 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത്. ജോർഹട്ട് മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി ഇന്നലെ പത്രിക പിൻവലിച്ചിരുന്നു. BJP 5 സീറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. 4 സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഒരു സീറ്റിൽ അസം ജാതീയ പരിഷത്ത് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ സർബാനന്ദ സോനോവാൾ, കോൺഗ്രസ് നേതാവ് ഗൌരവ് ഗൊഗോയ്, അസം ജാതീയ പരിഷത്ത് അധ്യക്ഷൻ ല്യൂറിൻ ജ്യോതി ഗൊഗോയ് തുടങ്ങിയവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നവരിൽ ഉൾപ്പെടുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം പൂർത്തിയായ തമിഴ്നാട്ടിൽ 1095 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതിൽ 1077 പേരുടെ പത്രികകൾ സ്വീകരിച്ചു. സംസ്ഥാനത്ത് 1063 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 20 പേർ പത്രിക പിൻവലിച്ചതോടെയാണിത്. ആകെയുള്ള 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ 962 പുരുഷന്മാരും 113 സ്ത്രീകളുമാണ് ജനവിധി തേടുന്നത്.
ബീഹാറിൽ ആദ്യഘട്ടം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 4 മണ്ഡലങ്ങളിൽ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ 39 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഗയ, ജാമുവി, നവാദ, ഔറംഗാബാദ് മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളുടെ പുതിയ പട്ടിക BJP പുറത്തിറക്കി. കട്ടക്കിൽ നിന്നും ഭർതൃഹരി മഹ്താബ് മത്സരിക്കും. അമൃത്സറിൽ നിന്നും US-ലെ മുൻ ഇന്ത്യൻ അംബാസഡർ അരുൺജിത് സിംഗ് സന്ധു ജനവിധി നേടും. ഫരീദ്കോട്ടിൽ ഹൻസ് രാജ് ഹൻസ്, പട്യാലയിൽ പ്രണീത് കൌർ, ലുധിയാനയിൽ രവനീത് സിംഗ് ബിട്ടു, ജലന്ധറിൽ സുശീൽ കുമാർ റിങ്കു എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മഹാരാഷ്ട്രയിലെ ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ NCP അജിത് പവാർ വിഭാഗത്തിലെ സുനേത്ര പവാർ മത്സരിക്കും. NCP ശരത് ചന്ദ്ര പവാർ വിഭാഗം 5 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അജിത് പവാർ വിഭാഗത്തിന്റെ പ്രഖ്യാപനം. ശരത് ചന്ദ്ര പവാർ വിഭാഗത്തിനു വേണ്ടി ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയാണ് ബാരാമതിയിൽ മത്സരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം. ലോകം ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വിജയം ഉദ്ഘോഷിക്കുന്ന ഉയിർപ്പ് തിരുനാൾ ദിനത്തിൽ പുലർച്ചെ മുതൽ വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ആഘോഷങ്ങളും നടന്നു. ഓശാന ഞായറിന് ആരംഭിച്ച വിശുദ്ധവാരത്തിന് ഈസ്റ്ററോടെ സമാപനമാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈസ്റ്റർ ആശംസകൾ നേർന്നു. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി ഗതാഗത മന്ത്രിയും AAP നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ടിനെ ചോദ്യം ചെയ്ത ഇഡിയുടെ എല്ലാ ചോദ്യങ്ങൾക്കും താൻ മറുപടി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ തുടർന്നും പൂർണ്ണ സഹകരണമുണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം നിരവധി വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് ഇന്ന് ഡൽഹി രാംലീല മൈതാനിയിൽ മഹാറാലി സംഘടിപ്പിച്ച INDIA. ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കാനാണ് റാലി സംഘടിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, ശരത് പവാർ, അഖിലേഷ് യാദവ്, സീതാറാം യെച്ചൂരി, ഉദ്ധവ് താക്കറെ, തേജസ്വി യാദവ് തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളും അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും ഉൾപ്പെടെയുള്ളവർ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. അഹമ്മദാബാദിൽ വൈകിട്ട് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും വൈകിട്ട് 7:30 വിശാഖപട്ടണത്ത് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. ഗോവയിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് തിരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടമായ മെയ് 7 നടക്കും. സംസ്ഥാനത്താകെ 11.72 ലക്ഷം വോട്ടർമാരാണുള്ളത്. ഇതിൽ 6 ലക്ഷത്തിലധികം വോട്ടർമാർ സ്ത്രീകളാണ്. 18നും 19നും വയസ്സിനിടെയുള്ള 25,000-ലധികം പുതിയ വോട്ടർമാരും ഇത്തവണ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തും. ന്യൂസ് ക്ലിക്ക് സ്ഥാപകരും എഡിറ്ററുമായ പ്രബിർ പുർക്കായസ്തക്കെതിരെ UAPA നിയമപ്രകാരം ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ കുറ്റപത്രം സമർപ്പിച്ചു. ചൈനയ്ക്ക് അനുകൂലമായി പ്രചാരണം നടത്താൻ പണം ലഭിച്ചെന്നാണ് ന്യൂസ് പോർട്ടലിനെതിരെയുള്ള ആരോപണം. 9,000 പേജുകളുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ മഞ്ഞുവീഴ്ചയെ തുടർന്ന് 172ഓളം റോഡുകൾ അടച്ചു. മഞ്ഞുകാലം ആസ്വദിക്കാനെത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഗതാഗത തടസ്സം ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ കിനൌർ ജില്ലയിൽ ഒരു ബസ് മഞ്ഞിൽ തെന്നി മറിഞ്ഞിരുന്നു. എന്നാൽ അപകടത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടെ ഏപ്രിൽ 2 മുതൽ 4 വരെ ഹിമാചലിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ അമർനാഥ് യാത്രയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ടാണ് ഒരുക്കങ്ങൾ. 1300-ലധികം പേരടങ്ങുന്ന മൗണ്ടൻ റെസ്ക്യൂ ടീം ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങളുടെ പരിശീലനം പുരോഗമിക്കുകയാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയം 75ാം വർഷത്തിലേക്ക്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് നാളെ തിരുവനന്തപുരം ആകാശവാണി അങ്കണത്തിൽ തുടക്കമാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയുടെ ഭരണഘടനയിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തി ഭേദഗതി ചെയ്യാൻ രാജ്യത്തിന്റെ പാർലമെന്റ് അനുമതി നൽകി. പ്രധാനമന്ത്രിയെ നിയമിക്കാനും സ്ഥാനത്തുനിന്ന് നീക്കാനും പ്രസിഡന്റിന് അധികാരം നൽകുന്നതാണ് ഭേദഗതി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവം. ആദ്യഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കേണ്ട സമയപരിധി അവസാനിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അരുണാചൽ പ്രദേശിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള കാലാവധി അവസാനിച്ചപ്പോൾ 10 BJP MLA-മാർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉത്തർപ്രദേശിലെ മീററ്റിൽ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കമിടും. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 8% വളർച്ച രേഖപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ.
മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ടിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ മഹാറാലി ഇന്ന് ഡൽഹിയിൽ. IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.